ബിടെക് ഇലക്ട്രോണിക്സ് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ജോലിക്ക് പോകണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്കമിങ് എക്സാംസ് ഫോർ ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ നിങ്ങൾ ബിടെക് ഫൈനൽ സെമസ്റ്റർ കഴിഞ്ഞിട്ട് കുറച്ച് പേർ പ്ലേസ്ഡായി കാണാം, അതല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്ത് ജോലിക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ. ഇത് വളരെ കോമൺ ആണ്. ഇതിൽ കൂടുതൽ എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. RRB JEE, അതുപോലെ തന്നെ RRBയുടെ തന്നെ ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ദെൻ ISRO, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL, ബെൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ദെൻ നമ്മുടെ കേരള PSC എക്സാംസ്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് കൂടാതെ തന്നെ നമുക്ക് PSCയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കായി നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ കറൻ്റ്ലി വിളിച്ചിട്ടുള്ളതും ഇനി വിളിക്കാൻ പോകുന്ന എക്സാമുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോമൺ ആയിട്ട് ഒരു ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ ഇത് കൂടാതെ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ISRO. കാരണം നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം കാണും, ഒരു സയൻറ്റിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ISROയിൽ ഒരു എഞ്ചിനീയർ ആവുക. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജോബുകൾ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജോബുകളും നല്ലതാണ്. ISRO, DRDO ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഡിഗ്രിക്ക് ഒരു വാല്യൂ കിട്ടുന്നതിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ISRO സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഈ ഒരു ജോബ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ DRDO സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഇതൊക്കെ ഒരു ബിടെക് ഗ്രാജുവേറ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെയൊക്കെ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് ഇവിടെ അഡ്മിഷൻ കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ISROയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റും ISRO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താണ്, ISROയിൽ എങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റ് നമുക്ക് അവിടെ ഒരു ജോലി എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ DRDO. അപ്പോൾ ഇവിടെ എല്ലാം റിട്ടേൺ എക്സാമിനേഷൻസ് ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ISRO, DRDO, ദെൻ റെയിൽവേയുടെ എക്സാംസ്, ജൂനിയർ എഞ്ചിനീയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എക്സാമുകളാണ്. ദെൻ ബെൽ, നമ്മൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നമ്മുടെ കോർ ഏരിയയിൽ തന്നെ നമുക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ബെൽ എന്ന് പറയുന്നത്. പ്രൊബേഷണറി എഞ്ചിനീയർ ആ ഒരു പോസ്റ്റ്, അതിൻ്റെ ഏജ് ലിമിറ്റ് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ ബിടെക് പഠിച്ചു കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ആ ഒരു കാലയളവിൽ തന്നെ കയറാൻ പറ്റുന്ന ഒരു ജോലിയാണ് ബെൽ പ്രൊബേഷണർ എഞ്ചിനീയർ. അപ്പോൾ അത് നമ്മുടെ കോർ ഏരിയ തന്നെയാണ്. നമ്മുടെ ഡിസിപ്ലിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഏറ്റവും കോറായിട്ടുള്ള ഒരു ഏരിയ ആണ് ബെൽ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ECIL, അതും ബാക്കിയുള്ള ബ്രാഞ്ചസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ECIL അതും ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ്. ദെൻ അതുപോലെ തന്നെ BSNL GTO, ഇത് പണ്ട് സ്ഥിരമായിട്ട് വിളിക്കുന്നൊരു എക്സാം ആയിരുന്നു, ജൂനിയർ ടെലികോം ഓഫീസർ. ഇപ്പം കുറച്ച് നാളായിട്ട് അത് റാൻഡംലി ആണ് വിളിക്കുന്നത്, എങ്കിലും അവിടെയും എക്സാമുകൾ നടത്താറുണ്ട്. ദെൻ ഇത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു എക്സാമാണ്, പക്ഷേ പേറ്റൻറ്റ് ആൻഡ് ഡിസൈൻ എക്സാമിനറായിട്ട് അത് ഫിസിക്സ് പഠിച്ചവർക്കും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള ബ്രാഞ്ചസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോസ്റ്റാണ് എക്സാമിനർ ഓഫ് പേറ്റൻറ്റ് ആൻഡ് ഡിസൈൻ. ഇത് നമ്മുടെ കോർ ഏരിയ തന്നെയാണ്, പ്ലസ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് ആ ഒരു കാര്യങ്ങളൊക്കെ വരും. എങ്കിലും നമ്മുടെ ഒരു കോർ ഏരിയ തന്നെയാണ് ഈ എക്സാമിനർ ഓഫ് പേറ്റൻറ്റ്സ് ആൻഡ് ഡിസൈൻസ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, അതും വിളിക്കാറുണ്ട്. ദെൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോറായിട്ട് വരുന്ന എക്സാമുകൾ. അപ്പോൾ നമുക്ക് ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണ്ടി വരും ഇതൊക്കെ നമ്മൾ ക്വാളിഫൈ ആവാൻ.
അപ്പോൾ നിങ്ങൾ അത്രയും ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ISRO, അതുപോലെ തന്നെ DRDO. ദെൻ റെയിൽവേയുടെ എക്സാം വരുമ്പോൾ അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ്സും കാര്യങ്ങളും കുറച്ച് വരും. ബാക്കിയുള്ള എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് കോർ ഏരിയ നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോർ ഏരിയാസ് കൂടുതൽ വരുന്നത് ബാക്കിയുള്ള എക്സാമുകൾക്കാണ്. നെക്സ്റ്റ് നമ്മുടെ ഓരോ എക്സാമുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ RRB JEE നമ്മൾ 2025 ജൂലൈ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആ ഒരു ജൂലൈ മാസത്തിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലുള്ള മെക്കാനിക്കൽ, ഈ ബ്രാഞ്ച് സിവിൽ, ഇവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതും ഇലക്ട്രോണിക്സ് പഠിച്ച ഗ്രാജുവേറ്റ്സിന് റെയിൽവേയിൽ അല്ലെങ്കിൽ RRBയിൽ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് പേ കൊടുത്തിട്ടുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയുള്ള അലവൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാലറി എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഇനി വരാൻ പോകുന്ന ഒരു എക്സാമാണ്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടു ദ പോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഏജ് റിലാക്സേഷൻ വരും. ദെൻ ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു 4 സ്റ്റേജായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഇതിനകത്ത് 2 CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ സിലബസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിനുശേഷം അത് രണ്ടുമാണ് മെയിൻ സ്റ്റേജസ്. നമുക്കറിയാം ആ ഒരു ടെസ്റ്റ് ക്ലിയർ ആവുമെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ദെൻ ഫൈനൽ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ റെയിൽവേയുടെ എല്ലാ എക്സാമിനേഷൻ, എല്ലാ ഒരു പ്രോസസ്സിലും അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. ദെൻ ഇനി ഇതിൻ്റെ സിലബസ് പാറ്റേൺ ഇതാണ്. CBT 1 മാത്തമാറ്റിക്സ്, ദെൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സയൻസ്, അതുപോലെ തന്നെ അവെയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ CBT 1 വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നല്ല മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ CBT 2 വരുമ്പോൾ ഇവിടാണ് നമുക്ക് ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒരു 100 മാർക്സിന് ടെക്നിക്കൽ എബിലിറ്റീസ് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജനറൽ അവെയർനെസ്സും നേരത്തെ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, അതിനും മാർക്കുണ്ട്. സോ ഇവിടെ നമ്മുടെ കോർ ഏരിയ 100 മാർക്സ് ഇവിടെയാണ് വരുന്നത്, CBT 2-നകത്താണ്. അപ്പോൾ അതിൻ്റെ സിലബസും അല്ലെങ്കിൽ അതിൻ്റെ എക്സാം പാറ്റേണും അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ ആ ഒരു 100 മാർക്സിൻ്റെ സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു BTech ലൈഫിൽ പഠിച്ചിട്ടുള്ള കോറായിട്ട് വരുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള കോറായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ള C പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള ബേസിക് നോളജും കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. ദെൻ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സിലബസ് ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ബേസിക് ഇലക്ട്രോണിക് കമ്പോണൻസ്, ദെൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ഇതൊക്കെ എല്ലാ എക്സാമിനും വരുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നമ്മുടെ OP-AMP അല്ലെങ്കിൽ ലീനിയർ ICs, അത് നമുക്ക് സ്ഥിരമായിട്ട് പഠിക്കാനുള്ളതാണ്. മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, ഇതെല്ലാം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് പല എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം സിലബസുകൾ കോമൺ ആണ്, സബ്ജക്റ്റുകൾ കോമൺ ആണ്, കോർ ഏരിയാസ് കോമൺ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേയുടെ എക്സാമിനൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ദെൻ ബേസിക് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡ്യൂൾസ് അല്ലെങ്കിൽ സിലബസ് കൊടുത്തേക്കുന്നത്. ഇത്രയും കോർ സബ്ജക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡ്രീം ജോബാണ് ISRO സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ. അപ്പോൾ ഇതിൻ്റെ സാലറി അല്ലെങ്കിൽ പേ സ്കെയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു പേ സ്കെയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും പേ സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മികച്ച ഉദ്യോഗമാണ് നമ്മുടെ ISRO സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ
ക്വാളിഫിക്കേഷൻ. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. കാരണം ആ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള എക്സാം പോലെയല്ല, ഇതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്ന മിനിമം 65% ഓഫ് മാർക്സ് വേണം. അതുപോലെ തന്നെ 6.84 CGPA വേണം. ഇപ്പം കഴിയുന്ന കുട്ടികൾക്ക് മിനിമം ഒരു 7 CGPA എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഒരു 65% ആണ് ആ ഒരു ലിമിറ്റേഷൻ പറയുന്നത്. അത് അല്ലെങ്കിൽ CGPA പറയുവാണെങ്കിൽ 6.84 CGPA വേണം ഈ ഒരു എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ. ദെൻ ഏജ് ലിമിറ്റ് നോക്കുക. ഇതുപോലുള്ള എക്സാമിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരുപാട്, ഇപ്പോൾ റെയിൽവേയിലൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ഏജ് ലിമിറ്റ് ഉണ്ടാവില്ല. സോ ISRO ആയാലും DRDO അതുപോലെ തന്നെ ബെല്ലിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു 30 അല്ലെങ്കിൽ മാക്സിമം 30 വരെയൊക്കെ വരുന്ന ആ ഒരു റേഞ്ചിലാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. കാരണം നമ്മൾ പഠിച്ചിറങ്ങി ഉടൻ തന്നെ ജോലി അപ്ലൈ ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യണം. അങ്ങനെയുള്ള എക്സാമുകളാണ് ബെല്ല്, ISRO, DRDO അങ്ങനെയുള്ള എക്സാം. അത് നമുക്ക് അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു ഫ്രഷറായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് എക്സാം 2 സ്റ്റേജായിട്ടാണ് എൻ്റെ പാറ്റേൺ വരുന്നത്. സ്റ്റേജ് 1 ആൻഡ് ദെൻ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ. സ്റ്റേജ് 1 നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് നമുക്ക് ആ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ, സോ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജാണ്. സോ നമ്മുടെ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സിലബസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ആ ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഇതിൻ്റെയും സിലബസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് അല്ല, ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് സർക്യൂട്ട് തിയറി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിവൈസസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സർക്യൂട്ട് തിയറി, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രോണിക് ഡിവൈസസ്, ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പം സിഗ്നൽസും കമ്മ്യൂണിക്കേഷനും സെപ്പറേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗേറ്റിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ISROയുടെ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റിന് വരുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. ദെൻ നമ്മുടെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇതും നമ്മുടെ ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോറായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഇതും നമ്മൾ പോസ്റ്റ് തന്നെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് വിളിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ നോക്കുക, ISROയുടെ അത്രയും തന്നെ ആ ഒരു പേ സ്കെയിൽ വരുന്ന ഒരു ഡ്രീം ജോബാണ്. ദെൻ ഇതും എക്സാം ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ECIL. സോ ISRO നടത്തുന്നത് പോലെ തന്നെ ECIL തന്നെയാണ് ഇതിൻ്റെയും എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പം ഒരു ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ആണ് അതിനും വരുന്നത്. ഏജ് ലിമിറ്റ് നോക്കിയാലും 27 ഇയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഉടനെ എഴുതിയെടുക്കാൻ പറ്റുന്ന എക്സാമുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ISROയും ECILും ബെല്ലും ഒക്കെ. ദെൻ ഇതിൻ്റെയും എക്സാം പാറ്റേൺ ഇതാണ്. ISROയുടെ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ദെൻ നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ നേരത്തെ ISROയുടെ സിലബസ് അത് മൊഡ്യൂൾസ് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കുകൾ കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലും നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. നിങ്ങളത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബേസിക് ഇലക്ട്രോണിക്സ് ആയാലും ബേസിക് ഇലക്ട്രിക്കൽ ആയാലും മെറ്റീരിയൽ സയൻസ്, ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ്, നെറ്റ്വർക്ക് തിയറി, അപ്പോൾ അതേപോലെ തന്നെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ്, ഇതൊക്കെ നമ്മുടെ കോമൺ സിലബസുകളാണ്. ഒരു ഗേറ്റിന് അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു എക്സാമിന്, ഒരു കോർ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റുകളാണ്. പ്ലസ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ എക്സാമുകൾക്കും വരുന്ന ഒരു ടോപ്പിക്കല്ല. ഗേറ്റ് എക്സാമിലൊക്കെ ആ ഒരു സിലബസ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു ECL എക്സാമിന് ഇലക്ട്രോ മാഗ്നറ്റിക്സും കൂടെ പഠിക്കണം. കാരണം അത് കുറച്ച് ടഫായിട്ടുള്ള പേപ്പറാണെങ്കിലും അത് എല്ലാ സിലബസിലും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഈ ഒരു എക്സാമിന് ഇലക്ട്രോ മാഗ്നറ്റിക്സും ഇൻക്ലൂഡഡ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ബെൽ എക്സാമാണ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. പേരിനകത്ത് തന്നെ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കോർ എക്സ്പീരിയൻസ് ആണ് ബെൽ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊബേഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഇതും എക്സാം നടത്തുന്നത് ബെല്ല് തന്നെയാണ്. ഇതിൻ്റെ പേ സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ISRO അല്ലെങ്കിൽ DRDOയുടെ സെയിം പേ സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. സോ ഇതൊക്കെ
വളരെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്രീം ജോബ്സിൽ വരുന്ന ജോബുകളാണ്. അപ്പോൾ ഒരുപാട് ജോബുകളുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കോറായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യേണ്ട ഒരു ഏരിയാസാണ് ബെല്ല്, DRDO, ISRO ഒക്കെ. കാരണം നമുക്ക് ഒരു ബിടെക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് കാര്യമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി പ്ലേസ്ഡ് ആയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി പാക്കേജ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റെപ്യൂട്ടേഷൻ, ഇതൊക്കെ ഒരു ജോലിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടുന്ന ജോബുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. ഇതിൻ്റെയും ഏജ് ലിമിറ്റ് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 25 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അതായത് നമ്മൾ ബിടെക് കഴിഞ്ഞ് ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാം ഏജ് ലിമിറ്റ് നമുക്ക് അച്ചീവ്. അതായത് 25 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബിടെക് കഴിഞ്ഞിട്ട് ഒരു 2-3 ഇയേഴ്സൊക്കെ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഇതിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 25 ഇയേഴ്സ് പ്ലസ് ആ ഒരു റിസർവേഷൻ വെച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. എന്നാലും അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത് 25 ഇയേഴ്സ് ആണ്. ദെൻ ഇതിൻ്റെയും എക്സാം പാറ്റേൺ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ISROയുടെയൊക്കെ പോലെ തന്നെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് ടെക്നിക്കൽ സബ്ജക്ട്സ് കൂടാതെ തന്നെ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, നമ്മൾ റെയിൽവേയിലൊക്കെ വരുന്ന പോലെ തന്നെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും ഇപ്പോൾ മാത്സും അല്ലെങ്കിൽ ബേസിക് റീസണിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊരു മിനിമം വെയിറ്റേജ് മിക്ക എക്സാമിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. PSC ഒഴിച്ച് ബാക്കിയുള്ള നമ്മുടെ UPSC എക്സാമിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനെല്ലാം ഈ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് ഒരു മിനിമം മാർക്ക് അവർ എല്ലാ എക്സാമിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബെല്ലിൻ്റെ എക്സാമിനും ടെക്നിക്കൽ സബ്ജക്ട്സിന് 100 മാർക്കാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ പോരാ, ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ദെൻ ഇതാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ. ടെക്നിക്കൽ എക്സാമിൻ്റെ സിലബസ് ആണ്. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ സബ്ജക്റ്റുകളാണ്. പ്ലസ് നെറ്റ്വർക്ക് തിയറി, നമ്മൾ സർക്യൂട്ട് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ സിലബസിൽ കണ്ടിരുന്നു. അതുകൂടാതെ തന്നെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഇവിടെയും വരുന്നുണ്ട് ബെല്ലിനകത്ത്. അപ്പോൾ ഈ ഇത്രയും കോർ സബ്ജക്റ്റുകളാണ് ഈ ഒരു എക്സാമിനും വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് മറന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമ്മുടെ കേരള PSC എക്സാമിനെ പറ്റി പറയാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം സെൻട്രൽ ഗവൺമെൻറ് എക്സാം മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പേ സ്കെയിൽ വരുന്ന ജോലികൾ നമ്മുടെ കേരള PSC വിളിക്കുന്നുണ്ട്. അതിന് വരുന്ന കോമൺ ആയിട്ട് വന്നിട്ടുള്ള എക്സാമുകളാണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക്. ഇപ്പോൾ അത് വിളിച്ച് അതിൻ്റെ എക്സാം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 ഇതിൻ്റെ എക്സാം ഡേറ്റ് വരാനുണ്ട്. ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്നതാണ്. ദെൻ അതുപോലെ തന്നെ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. സോ ഇതും കൂടെ വിളിക്കുന്ന ഒരു എക്സാമാണ് PWDയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. വളരെ നല്ല പാക്കേജോടുകൂടിയ ജോലിയാണ് PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അതുപോലെ തന്നെയാണ് രണ്ടും തിരിഞ്ഞു പോകരുത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എന്നും പറഞ്ഞൊരു പോസ്റ്റും വിളിക്കാറുണ്ട് ഗ്രേഡ് 1. സോ അതും PWD വേക്കൻസിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് റാൻഡംലി അവർ വിളിക്കുന്ന എക്സാമുകളാണ്. അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നത്. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അത് വീണ്ടും വിളിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് അത് തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദെൻ അതുപോലെ തന്നെ IEO ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. കഴിഞ്ഞ കൊല്ലം വരെ അതിൻ്റെ സിലബസ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് എക്സാമിന് IEOയുടെ സിലബസ് പെട്ടെന്ന് അവർ ചേഞ്ച് ചെയ്തു. ജനറൽ സയൻസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് ഇപ്പം വന്നിരിക്കുന്ന സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് എൻജിനീയറിംഗ് ഏരിയയിലുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, അതായത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്കിതിന് അപ്ലൈ ചെയ്യാം. നേരത്തെ ഇതിൻ്റെ സിലബസിൽ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും കമ്പ്യൂട്ടറും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി ജനറലായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് അങ്ങനെ വെച്ചിട്ടുള്ളൊരു സിലബസാണ് ഇപ്പം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇത് നമുക്ക് അടുത്ത എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. കാരണം ഇത് നിങ്ങൾക്ക് വളരെ നേരത്തെ പറഞ്ഞ ആ ബെല്ല് അല്ലെങ്കിൽ
ISRO പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. കാരണം അതിൻ്റെ എക്സാമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ ഒരു മിനിമം ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഒരു 70 എബോ അല്ലെങ്കിൽ 80 റേഞ്ചിലൊക്കെ നമുക്ക് മാർക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. കാരണം ഇത് വളരെ എളുപ്പമുള്ളൊരു എക്സാമാണ്, ഈസി ആയിട്ട് നമുക്ക് എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുപോലെ തന്നെ ഈ IO അതെപ്പോഴും വിളിക്കുന്നതാണ്, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. കാരണം ഫിസിക്സ് എന്നൊക്കെ പറയുന്നത്, ഫിസിക്സും മാത്സും ഒക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കും ഇത് കുറച്ചുകൂടി എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാമാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. കാരണം ഫിസിക്സ് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും അത്. കാരണം സൂപ്പർ കണ്ടക്ടിവിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് സിലബസിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സ്, അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് പോർഷൻ അതുപോലെ തന്നെ മാത്സ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതും ഒട്ടും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. നിങ്ങൾക്കത് ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. IO എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. കേരള PSC അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ്, ഓരോ വർഷം കൂടുമ്പം തന്നെ അത് വിളിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ, ഈ ഒരു പോസ്റ്റും ഞാൻ പറഞ്ഞ പോലെ അത് അത്ര ഹൈ ലെവലിലുള്ള എക്സാം അല്ല, എങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ദെൻ അതുപോലെ തന്നെ ഇതും റെയർലി വിളിക്കുന്ന എക്സാമുകളാണ്, എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരുപാട് നാളായി ഇത് വിളിച്ചിട്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ദെൻ അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ്, മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. സോ അതും ഒരുപാട് വേക്കൻസി ഇല്ലെങ്കിലും നമുക്ക് PSC ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന എക്സാമുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ്. സോ ഇത് നല്ലൊരു പോസ്റ്റാണ്, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. കാരണം കേരള PSC എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് എക്സാം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ വിളിക്കുന്ന എക്സാമുകൾക്ക് നമ്മൾ പറയുന്ന ആ ഒരു പേ സ്കെയിൽ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല പേ സ്കെയിൽ ഉള്ള ജോലികളാണ് കേരള PSC വിളിക്കുന്നത്. പ്രത്യേകിച്ചും ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, ഇതെല്ലാം ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അതുപോലെ നമുക്കൊരു BTech കഴിഞ്ഞിട്ട് ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ജോലിയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, ഇതെല്ലാം നല്ല പോസ്റ്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ PSC വിളിക്കുന്ന എക്സാമുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ മാത്രം നോക്കിയിരിക്കാതെ നമ്മുടെ കേരള PSC എക്സാം എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമുകൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ എക്സാമുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിലബസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള BTechന് പഠിച്ചിട്ടുള്ള കോർ സബ്ജക്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു സിലബസ് പ്രിപ്പറേഷൻ മാത്രം മതി നിങ്ങൾക്ക് എക്സാം എല്ലാം ക്രാക്ക് ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ UPSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇതുപോലുള്ള കാര്യങ്ങളൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ഏതൊക്കെ എക്സാമിന് പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ ജോലിക്ക് പോകണം എന്ന് ഒരു കൺഫ്യൂഷനോട് നിൽക്കുന്നവർക്ക് ഉള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരു എക്സാമിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ISROയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സിലബസ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാമുകൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആണ് കേരള PSCയും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും ഇനി വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്തേക്കുന്ന ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.